അമേരിക്കയുടെ ഭീഷണി മറികടന്ന് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇന്ത്യ. ട്രംപിന്റെ ഭീഷണിയും എണ്ണ ഇറക്കുമതിയും സംബന്ധിച്ചാണ് 24 ഒബ്സർവർ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞു വച്ചിരിക്കുന്നത് ഇന്ത്യ ഈ റഷ്യയുടെ സ്പോൺസറാണെന്ന യുക്രൈൻ യുദ്ധത്തിൽ. എന്താ ചെയ്യുക? ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. പറയൂ, അമേരിക്കയുടെ പുതിയ ഭീഷണി. എസ്കേൻ, ഗുഡ് മോർണിംഗ്. ഈ റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധവും വാങ്ങുന്നത് അവിടെ ഈ യുക്രൈനിലെ മനുഷ്യക്കുരുതിക്ക് ഇന്ത്യ കൂട്ടുനിൽക്കുകയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ അധിക ചുങ്കം ഏർപ്പെടുത്തുന്നു എന്നായിരുന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, അതിനുശേഷം ഇന്ത്യൻ എണ്ണ കമ്പനികൾ ഈ എണ്ണ വാങ്ങുന്നതിൽ നിന്ന്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുന്നതായി താൻ കേട്ടു. അങ്ങനെയെങ്കിൽ അത് ശരിയാണ്, അക്കാര്യത്തിലൊരു വ്യക്തതയില്ല എന്ന കാര്യവും പിന്നീട് ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ സമ്പദ്ഘടന, ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ്ഘടന ചത്ത സമ്പദ്ഘടനയാണ്. അത് ഈ രണ്ടു രാജ്യങ്ങളും ആ ചത്ത സമ്പദ്ഘടനയുമായി കൂപ്പുകുത്തട്ടെ എന്ന ഒരു അഭിപ്രായവും ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. വാസ്തവങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഇന്ത്യക്ക് ഇങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നത് സംബന്ധിച്ച ഒരു അറിയിപ്പും അല്ലെങ്കിൽ ഒരു വിവരവും കേന്ദ്ര സർക്കാരിൻ്റെ പക്കലില്ല. ഇന്ത്യ ഈ എണ്ണ വാങ്ങുന്നത്, അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ആഗോളതലത്തിലുള്ള എണ്ണ ഉൽപ്പാദനം, എണ്ണവില ഇതൊക്കെ കണക്കിലെടുത്താണ്. രാജ്യവുമായി ബന്ധമുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ത്യൻ കമ്പനികൾ ഇക്കാര്യത്തിൽ പരിശോധന വിധേയമാക്കും. അങ്ങനെയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് തന്നെ പറഞ്ഞത്. അത് ഇക്കാര്യം ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസും ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ റോയിട്ടേഴ്സാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന നിലയിലുള്ള വാർത്ത നൽകിയത്. ഇന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഇന്ത്യ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ തുടരുകയാണ്, ട്രംപിൻ്റെ ഭീഷണി ഇന്ത്യ കണക്കിലെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചില കണക്കുകൾ തന്നെ നോക്കൂ. അതായത് ഈ യുക്രൈൻ യുദ്ധം വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് 0.2% മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അത് 40%-ലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആഗോളതലത്തിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയതോടുകൂടി, അമേരിക്കയും മറ്റു നിരവധി രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തി. ആ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ കമ്പനികൾ വലിയ ഇളവോടുകൂടി, വലിയ ഡിസ്കൗണ്ടോടുകൂടി എണ്ണ തരുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചു. അങ്ങനെ ചൈനയും ഇന്ത്യയും ഒക്കെ പ്രധാനമായും റഷ്യയിൽ നിന്നാക്കി എണ്ണ വാങ്ങുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറഞ്ഞ വിലയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഓയിൽ മിനിസ്റ്റർ തന്നെ ഇക്കാര്യം, ഹർദീപ് സിംഗ് പുരി തന്നെ പറഞ്ഞിട്ടുള്ളത്, പെട്രോളിയം മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആഗോളതലത്തിലുള്ള ഈ അസംസ്കൃത എണ്ണ വില $140 വരെ ബാരലിന് ഉയരുമായിരുന്നു എന്നാണ്. ഇന്നിപ്പോൾ ഇന്ത്യ 1,78,000 ബാരലാണ് പ്രതിദിനം, മില്യൺ ബാരലാണ് പ്രതിദിനം റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നത്. നേരത്തെ ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും ഈ എണ്ണ വാങ്ങിയിരുന്നത്. അതിനെ മറികടന്നുകൊണ്ടാണ് റഷ്യൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ട്രംപിൻ്റെ ഭീഷണിയിൽ ഇന്ത്യ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അത് ഒരുപക്ഷെ രാജ്യത്തെ എണ്ണവില വർദ്ധിപ്പിക്കുന്നതിന് തന്നെ ഇടയാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിലയൻസും നയാര എന്ന് പറയുന്ന എണ്ണ കമ്പനിയുമാണ് ഈ റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ കൂടുതലും. ഈ കമ്പനികളാണെങ്കിൽ ദീർഘകാല കരാറാണ്. അതിൽ തന്നെ നയാര എന്ന കമ്പനി റഷ്യയിലുള്ള റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് പങ്കാളിത്തമുള്ളതാണ്. അവരുടെ മൈക്രോസോഫ്റ്റ് സേവനം, ഈ ഉപരോധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റ് അവർക്കുള്ള സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നു. മുൻകൂർ പണമടച്ചിട്ടും ഇങ്ങനെ സേവനം നിർത്തിവെച്ചതിനെതിരെ, അപ്രതീക്ഷിതമായി ആ സേവനം നിർത്തിയതിനെതിരെ റോസ്നെഫ്റ്റ് കോടതി സമീപിച്ചിട്ടുണ്ട്. നയാരയ്ക്ക് തന്നെ രാജ്യത്ത് 6000-ൽ പരം പെട്രോൾ പമ്പുകളുണ്ട്. അവരുടെ വലിയ റിഫൈനറി ഗുജറാത്തിലുണ്ട്. അതൊക്കെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഏതായാലും ഇന്ത്യൻ എണ്ണ കമ്പനികൾ അങ്ങനെ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് നിർത്തിയിട്ടില്ല. അതേസമയം റിലയൻസ് അബുദാബി ആസ്ഥാനമായ ഒരു കമ്പനിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലും റിലയൻസിൻ്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. മറ്റൊന്ന് ആയുധ ഇറക്കുമതിയാണ്. ലോകത്ത് തന്നെ ഇന്ത്യ 2ാമത്തെ ആയുധ ഇറക്കുമതി രാജ്യമാണ്. അമേരിക്ക ആകട്ടെ ലോകത്തിലെ 1ാമത്തെ ആയുധ കയറ്റുമതി രാജ്യമാണ്. അവരുടെ പ്രധാനപ്പെട്ട ആയുധ കയറ്റുമതി യുക്രൈൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലേക്കാണ്. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് പ്രധാനമായും ഇന്ത്യയും ചൈനയും കസാക്കിസ്ഥാനുമൊക്കെയാണ്. അത് ഈ ആയുധ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി വർഷങ്ങൾ തോറും കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശീയമായുള്ള ആയുധ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന മോദി സർക്കാരിൻ്റെ നയമാണ്.
പിന്നീട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് ഈ അമേരിക്കയുടെ ഭീഷണിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് തദ്ദേശീയമായുള്ള ഉൽപ്പന്നങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കുക, തദ്ദേശീയമായ വിപണിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. കാരണം ഈ ഇറക്കുമതി കയറ്റുമതി തമ്മിലുള്ള ഈ ചുങ്കം പ്രശ്നവും ചുങ്കപ്പോരൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ സമ്പദ്ഘടനയുടെ കരുത്തറിയിക്കേണ്ടത് തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങലും വിൽക്കലുമൊക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഇന്ത്യക്കാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി. ട്രംപിൻ്റെ ഭീഷണിയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ സമ്പദ്ഘടന ആഗോളതലത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ കണക്കുകളാണ് വന്നിരുന്നത്. നേരത്തെ ജപ്പാനെ മറികടന്ന് ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ലോക സാമ്പത്തിക ശക്തികളിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അത് 2030 ജർമ്മനിയെയും മറികടക്കും. പിന്നീട് ചൈനയും അമേരിക്കയും മാത്രമാണ് ലോക സമ്പദ്ഘടനയിൽ ഇന്ത്യക്ക് മുന്നിലുണ്ടാവുന്ന രാജ്യങ്ങൾ എന്ന നിലയിലേക്കൊക്കെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വളരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ട്രംപിൻ്റെ ഈ പ്രസ്താവനയോടൊക്കെ കരുതലോടുകൂടിയുള്ള നടപടികൾ, പ്രതികരണങ്ങൾ ഒക്കെയാണ് ഉണ്ടാകുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ദിലീപ് കുമാറാണ് നമുക്കൊപ്പം ചേർന്ന ഒബ്സർവർ. ഇനി നാളെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.